അന്ന് പോയി. ഇത് എൻ്റെ ജനനം. ആഞ്ഞിലിപ്പറമ്പിൽ പത്രോസിൻ്റെ അന്നാമ്മയുടെയും ഏകമകനായ മാത്യു എന്ന ഈ എൻ്റെ ജനനം. ഞാൻ ജനിച്ചതോടെ അമ്മച്ചി ലോകത്തോട് വിട പറഞ്ഞു. പിന്നെ അപ്പനാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചത്. അപ്പൻ സർക്കസിലെ ഒരു കോമാളിയായിരുന്നു. ഷോ നടക്കുമ്പോൾ കിട്ടുന്ന വളരെ തുച്ഛമായ ഒരു വരുമാനം മാത്രം. എങ്കിലും ഞങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതുവരെ എനിക്ക് എൻ്റെ അപ്പനെ ജീവനായിരുന്നു. പിന്നീട് ആ ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു. കാരണം അപ്പനൊരു വൃത്തിയുമില്ല, നല്ലൊരു ജോലിയില്ല, നല്ലൊരു തുണിയില്ല. ചുരുക്കത്തിൽ എൻ്റെ പ്രശ്നം അപ്പനൊരു പണക്കാരനല്ല എന്നതായിരുന്നു. Kalana Goda. The whole school is teasing me. I'm not going to school anymore. Money. And I thought of that. And he got it. മോനെ, വേഗം കഴിക്കുക. സ്കൂളിൽ പോകാൻ സമയമായി. എന്നാ മോനെ, കുറച്ച് പോക്കറ്റ് മണിയാ മോൻ കയ്യിൽ വെച്ചോളൂ. മോൻ ഇന്ന് കിട്ടിയ വരുമാനത്തിനുള്ള പങ്കാണ്. മോൻ എപ്പോഴൊക്കെ പൈസ കിട്ടുന്നോ അപ്പോഴൊക്കെ മോൻ ഇങ്ങനെ തന്നെ ചെയ്യും. ഇത് എൻ്റെ പണം. നമ്മളുടെ കയ്യിൽ വളരെ കുറച്ച് പണമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇത്ര അധികം ഇടുന്നത്? മോനെ, നമ്മൾ പണക്കാരാവുന്നത് നമ്മുടെ കയ്യിൽ എത്രയുണ്ട് എന്നനുസരിച്ചല്ല, മറിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് എന്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ്. കൂടുതൽ പങ്ക് കൊടുക്കുന്നവൻ വലിയവൻ. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. അപ്പൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നാലേ സ്കൂളിൽ വൈകും.
അതിനെന്തായാലും നല്ലൊരു ജോലി അത്യാവശ്യമാണ്. ഞാൻ ഉറക്കമൊഴിച്ചിരുന്ന് നന്നായി പഠിച്ചു. ആഗ്രഹിച്ച പോലെ തന്നെ പട്ടണത്തിൽ നല്ലൊരു ജോലിയും കിട്ടി. നാളെ എനിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്. മോനെ, ഇത് യാത്രാ ചെലവിനും അവിടെ ചെന്നുള്ള ആവശ്യത്തിനും വെച്ചോളൂ. ആദ്യത്തെ ശമ്പളം കിട്ടുന്നവര് ചെലവിന് എന്തെങ്കിലും വേണ്ടേ? ഈ നോട്ടുകൾക്ക് എന്തൊരു മാറ്റം. ഇതപ്പം തന്നെ വെച്ചു. ഹലോ മോനെ, ഞാനാ അപ്പൻ. പറ. എടാ മോനെ, നീ ഇത്തവണയെങ്കിലും ക്രിസ്മസിന് ഉറപ്പായും വരണം. നമ്മൾ ഒരുമിച്ച് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി. ഈ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ ജോലി തിരക്കാണ്. ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വിളിക്കാം. ശരി, വെക്കട്ടെ. അങ്ങനെ പല ക്രിസ്മസുകൾ കടന്നുപോയി. പക്ഷേ ഒരിക്കൽ പോലും ഞാനും എൻ്റെ അപ്പനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇടയുണ്ടായില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പൻ പോയി.